നമസ്കാരം. ഇന്ന് നമ്മളൊരു പുതിയ വീഡിയോയിലേക്ക് കടക്കുകയാണ്. ഞാനിപ്പോൾ വീഡിയോ ചെയ്തിട്ട് ഇപ്പോൾ കുറേ ദിവസങ്ങളായി. ഇനി നമ്മൾ കണ്ടിന്യൂസ് ആയിട്ട് വീഡിയോ ചെയ്യും. അപ്പോൾ ഞാൻ ഇന്ന് പറയുന്ന വിഷയം പ്രവാസികളെക്കുറിച്ചാണ്. പ്രവാസികളെക്കുറിച്ച് ഞാൻ നേരത്തെ വീഡിയോ ചെയ്തിട്ടുണ്ട്. പക്ഷേ ഇന്ന് ഈ വീഡിയോ ചെയ്യാനുള്ളൊരു സാഹചര്യമുണ്ട്. പ്രവാസികളുടെ ആനുകൂല്യങ്ങൾ നിഷേധിക്കപ്പെടുന്നു എന്ന് ശ്രദ്ധയപ്പെട്ടതുകൊണ്ടാണ് ഞാൻ ഇന്ന് ഈ വീഡിയോ ചെയ്യുന്നത്. നിങ്ങൾക്കറിയാമല്ലോ അവർക്ക് കിട്ടുന്ന ആനുകൂല്യങ്ങൾ എന്താണെന്നുള്ളത്. പെൻഷൻ അതൊക്കെ വേറെ. അതിനുപരി ഒരു വ്യക്തി 2 വർഷം ഗൾഫിൽ ജോലി ചെയ്താൽ അയാളെ പ്രവാസി എന്നറിയപ്പെടും. അദ്ദേഹം 2 വർഷം ഗൾഫിൽ ജോലി നോക്കിയ ശേഷം നാട്ടിൽ വന്ന് 2 വർഷം വരെ അദ്ദേഹം പ്രവാസിയായിട്ട് തന്നെ അറിയപ്പെടും. ആ 2 വർഷത്തിനുള്ളിൽ അദ്ദേഹത്തിന് എന്തെങ്കിലും സംഭവിച്ചാൽ എന്ന് പറഞ്ഞാൽ അദ്ദേഹത്തിന് മരണം സംഭവിച്ചാൽ അദ്ദേഹത്തിൻ്റെ നോമിനിക്ക് 1,00,000 രൂപ നോർക്ക വഴി ലഭിക്കും. ഇനി അദ്ദേഹത്തിന് ആക്സിഡന്റ് എന്തെങ്കിലും പറ്റി അല്ലെങ്കിൽ അസുഖം എന്തെങ്കിലും ആയി ചികിത്സയിലാണെങ്കിൽ 50,000 രൂപ വരെ അദ്ദേഹത്തിന് സഹായം കിട്ടും. ഇനി അത് മാത്രമല്ല, അദ്ദേഹത്തിൻ്റെ മകളുടെ വിവാഹം ആണെങ്കിൽ ഒരു 15,000 രൂപ സഹായം കിട്ടും. ഇതിലേതെങ്കിലും ഒരു സഹായം മാത്രമേ കിട്ടത്തുള്ളൂ. ആ സഹായം നമ്മൾ തിരികെ കൊടുക്കുകയും വേണ്ട. ഇതാണ് പ്രവാസികൾക്ക് കേരള ഗവൺമെൻറ് നൽകുന്ന ഏറ്റവും വലിയ ആനുകൂല്യം. നല്ല കാര്യം തന്നെയാണ്. ഇത് ഒരാൾ മാക്സിമം 10 വർഷം വരെ ഗൾഫിൽ നിന്നാൽ, അല്ല എത്ര വർഷം വേണമെങ്കിലും നിൽക്കാം, 10 വർഷം വരെയാണ് പ്രവാസി ആയിട്ട് നാട്ടിൽ വന്നാൽ പരിഗണിക്കപ്പെടുന്നത്. 10 വർഷം ഗൾഫിൽ നിന്നിട്ട് ഒരാൾ നാട്ടിൽ വന്ന് ജോലിയൊക്കെ മതിയാക്കി വന്ന് നിന്നാൽ നാട്ടിൽ വന്ന അന്ന് മുതൽ 10 വർഷം വരെ അദ്ദേഹത്തിന് പ്രവാസിയുടെ ആനുകൂല്യം കിട്ടും. ഇപ്പോൾ ഒരു 15 വർഷം ഗൾഫിൽ നിന്നൊരു വ്യക്തിയാണെങ്കിലും അദ്ദേഹത്തിന് 10 വർഷത്തെ ഒരു ആനുകൂല്യം മാത്രമേ കിട്ടൂ. 15 വർഷം ഗൾഫിൽ നിന്നൊരാൾ നാട്ടിൽ വന്ന അന്ന് മുതൽ 10 വർഷം വരെ അദ്ദേഹം പ്രവാസിയാണ്. ഈ 10 വർഷത്തിനുള്ളിൽ എപ്പോൾ അദ്ദേഹം മരിച്ചാലും, ഇപ്പോൾ 9 വർഷം കഴിഞ്ഞിട്ട് നാട്ടിൽ വന്ന് 9 വർഷം കഴിഞ്ഞിട്ട് മരിച്ചാൽ പോലും ഈ 1,00,000 രൂപയുടെ ആനുകൂല്യം കിട്ടും. അപ്പോൾ പ്രവാസികളെ സംബന്ധിച്ചിടത്തോളം അവരുടെ ഫാമിലിക്ക് ഒരു ആശ്വാസം തന്നെയാണ്. അതിനകത്ത് യാതൊരു സംശയമില്ല. പിന്നെ ഇത് കേൾക്കുമ്പോൾ നല്ല രസമുണ്ട്, ഓക്കെ, കൊള്ളാം. ഇതിൻ്റെ യാഥാർത്ഥ്യത്തിലേക്ക് പോകുമ്പോഴാണ് അതിൻ്റെ ബുദ്ധിമുട്ട് മനസ്സിലാക്കുന്നത്. എല്ലാ ജില്ലകളിലും നോർക്കയുടെ ഓഫീസുണ്ട് എന്നുള്ളതാണ് വിശ്വസിക്കുന്നത്. എല്ലാ ജില്ലകളിലും ഉണ്ട് നോർക്കയ്ക്ക് ഒരു ഓഫീസ്. അപ്പോൾ നമ്മൾ തിരുവനന്തപുരത്ത് ഇതിൻ്റെ ഹെഡ് ഓഫീസിൽ പോകണമെന്നില്ല. അതാത് ജില്ലകൾ കളക്ടറേറ്റുമായിട്ട് ബന്ധപ്പെട്ടൊക്കെ ആയിരിക്കും ഈ ഓഫീസ് ഉള്ളത്. അപ്പോൾ ഈ ഓഫീസിൽ നമ്മളൊരു പരാതി കൊടുത്താൽ, ഒരു അപേക്ഷ കൊടുത്താൽ, അവിടെയാണ് നമ്മൾ ഇതിൻ്റെ നടത്തിപ്പ് വശം മനസ്സിലാക്കുന്നത്. നമ്മളൊരു പരാതി കൊടുത്തു കഴിഞ്ഞാൽ അത് ഏത് രീതിയിൽ അത് നിഷേധിക്കാൻ പറ്റും എന്നതാണ് അവർ ശ്രദ്ധിക്കുന്നത്. ഉദാഹരണത്തിന് എൻ്റെ ശ്രദ്ധയിൽപ്പെട്ടൊരു കാര്യം, ഈ ഗൾഫിൽ 2 വർഷം തികയാൻ 5 ദിവസം കൂടി വേണ്ടി വന്നു. തിരിച്ചു നാട്ടിൽ വന്നു ഒരു വർഷം കഴിഞ്ഞപ്പോൾ ആൾ മരണപ്പെട്ടു പോയി. പ്രവാസി ആനുകൂല്യത്തിന് വേണ്ടി ഈ ഓഫീസിൽ സമീപിച്ചു, അപേക്ഷ കൊടുത്തു. അപ്പോൾ അവർ പറഞ്ഞത്, നിങ്ങളുടെ അച്ഛൻ മരിക്കാൻ 5 ദിവസം ലേറ്റായിപ്പോയി, 5 ദിവസത്തിന് മുമ്പ് മരിച്ചിരുന്നുവെങ്കിൽ നിങ്ങൾക്ക് ആനുകൂല്യം കിട്ടിപ്പോയേനെ. ഈ പറയുന്ന ഇവർ എന്ത് മാനുഷികമായിട്ടുള്ള ഒരു മൂല്യം ഉണ്ടായിട്ടാണ് ഇങ്ങനെ സംസാരിക്കുന്നത്? 5 ദിവസത്തിന് മുമ്പ് അച്ഛൻ മരിച്ചു പോയെങ്കിൽ ആ ആനുകൂല്യം കിട്ടുമായിരുന്നു എന്ന് വെച്ചാൽ 5 ദിവസം മുമ്പ് അച്ഛനെ തല്ലിക്കൊല്ലണമെന്നാണ് അവർ പറയുന്നത്. അതുപോലെ ചികിത്സയായിട്ട് ബന്ധപ്പെട്ട് ഇപ്പോൾ ഗൾഫിൽ നിന്ന് ഓപ്പറേഷനൊക്കെ കഴിഞ്ഞ് പൈസയൊക്കെ അവിടെ ചിലവാക്കി നാട്ടിൽ വന്ന് തുടർ ചികിത്സ ചെയ്യുവാണ്. ഹാർട്ട് അറ്റാക്ക് അങ്ങനെയുള്ള അസുഖങ്ങൾ, ഹാർട്ടിൻ്റെ ഓപ്പറേഷൻ ഗൾഫിൽ വെച്ച് തന്നെ നടത്തിയെന്ന് കൂട്ടിക്കോളൂ. നാട്ടിൽ വന്ന് തുടർ ചികിത്സ ചെയ്യുകയാണ്. ഇവർക്ക് നാട്ടിലെ ബില്ലുകൾ ഉണ്ടെങ്കിലേ ഈ ആനുകൂല്യം കിട്ടും. ഇവരല്ലെങ്കിൽ പറയുന്നത് ബില്ലില്ലെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഇതിനകത്ത് ആനുകൂല്യത്തിന് അർഹതയില്ല എന്നുള്ളതാണ്. പക്ഷേ യഥാർത്ഥത്തിൽ ട്രീറ്റ്മെൻറ്റ് സർട്ടിഫിക്കറ്റ് കൊടുത്താൽ എന്തുകൊണ്ട് അവർക്കത് കൊടുത്തുകൂടാ? അങ്ങനെ ഓരോ കാര്യങ്ങളും, ഓരോ ആനുകൂല്യങ്ങളും നിഷേധിക്കുന്ന രീതിയാണ് ഇവിടുത്തെ പല ഉദ്യോഗസ്ഥന്മാരും ചെയ്യുന്നത്. യഥാർത്ഥത്തിൽ ഈ ഭരണാധികാരികൾ ഇതൊന്നും അറിയുന്നില്ലായിരിക്കാം. അപ്പോൾ ഞാനിതിപ്പോൾ ഈ ഒരു വിഷയം നിങ്ങളുടെ മുമ്പിൽ അവതരിപ്പിക്കുന്നത്, ഇങ്ങനെയുള്ള എന്തെങ്കിലും ബുദ്ധിമുട്ടുകൾ നിങ്ങൾക്കുണ്ടാകുന്നുവെങ്കിൽ നിങ്ങൾ നമ്മുടെ ഭരണാധികാരി, അതായത് കേരള മുഖ്യമന്ത്രിക്ക് നേരിട്ട് കത്തെഴുതി അറിയിക്കണം.
അല്ലെങ്കിൽ അദ്ദേഹത്തിന് ഇമെയിൽ ചെയ്തെങ്കിലും അദ്ദേഹത്തിൻ്റെ ഓഫീസിൽ ഈ വിവരം അറിയിക്കണം. ഇതൊന്നും അവരൊന്നും അറിയുന്ന കാര്യമായിരിക്കില്ല. ഇതൊക്കെ കുറച്ച് ഉദ്യോഗസ്ഥന്മാർ അവർ മനഃപൂർവ്വം നമ്മളെ ഈ ആനുകൂല്യം തരാതെ നിഷേധിക്കുന്ന ഒരു സമീപനമാണ് കാണിക്കുന്നത്. ഇതിനൊക്കെ ഒരു മാറ്റം വേണമെങ്കിൽ പ്രവാസികളായ നിങ്ങൾ ഓരോരുത്തരും മുന്നോട്ട് വരണം, പ്രതികരിക്കണം. നിങ്ങൾക്ക് ഈ എന്തെല്ലാം നിയമങ്ങളാണ് നിങ്ങൾക്ക് ഉള്ളത്, ആ നിയമപ്രകാരം നിങ്ങൾ ചോദ്യങ്ങൾ ചോദിച്ച് അതിൻ്റെ സത്യാവസ്ഥ മനസ്സിലാക്കി നിങ്ങൾക്ക് കിട്ടുന്ന ആനുകൂല്യങ്ങൾ നിഷേധിക്കുകയാണെങ്കിൽ അതിനെതിരെ ശക്തിയായി പ്രതികരിക്കുവാൻ നിങ്ങൾ സജ്ജമാകണം എന്ന് മാത്രം പറഞ്ഞുകൊണ്ട് നമുക്ക് മറ്റൊരു വീഡിയോയിലേക്ക് കാണാം. അതുവരെ എല്ലാവർക്കും നന്ദി, നമസ്കാരം.